വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസായി. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് പാസാക്കിയത്. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബില്ല് നിയമമാകും. 13 മണിക്കൂറോളം നീണ്ട ചർച്ചക്കൊടുവിലാണ് രാജ്യസഭയിൽ ബിൽ പാസാക്കിയത്. 1 മണിക്കൂർ നീണ്ട വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. ബില്ലിലെ വ്യവസ്ഥകളിൽ കേരള എംപിമാരായ ജോൺ ബ്രിട്ടാസ്, എ റഹീം, വി ശിവദാസൻ, ഹാരിസ് ബീരാൻ, അബ്ദുൾ വഹാബ്, പി സന്തോഷ് കുമാർ, പി സുനീർ തുടങ്ങിയവർ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദവോട്ടോടെ തള്ളുകയായിരുന്നു. 7 അംഗങ്ങളുള്ള YSR കോൺഗ്രസും 4 വീതം അംഗങ്ങളുള്ള അണ്ണാ DMKയും BRSും ബില്ലിനെ എതിർത്തു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ബില്ലിനെ പൊതുവിൽ എതിർത്തു. വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്തവരെ അംഗങ്ങളാക്കുന്നതിൽ വോട്ടെടുത്തപ്പോൾ 107 പേർ അനുകൂലിക്കുകയും 69 പേർ എതിർക്കുകയും ചെയ്തു. അതേസമയം ബില്ല് മതസ്വാതന്ത്ര്യത്തിന് എതിരല്ലെന്നും വഖഫ് സ്വത്തുക്കൾ നിയമവിധേയമാക്കണമെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബിൽ നിയമമാകും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.